ഓം നമോ ഭഗവതേ വാസുദേവായ. 86-ാം ദശകത്തിൽ രുക്മിണി പരിണയത്തിൻ്റെ അവസരത്തിൽ യാദവസേനയാൽ പരാജിതനായവനും ശിശുപാലപക്ഷപാതിയുമായ സാൽവൻ എന്ന രാജാവ് അങ്ങയാൽ യാദവസേനയാൽ പരാജയപ്പെട്ടപ്പോൾ അഭിമാനക്ഷത നിമിത്തം ശിവനെ പ്രസാദിപ്പിച്ച് സൗഭം എന്ന വിമാനം നേടുകയും ആ വിമാനത്തിൽ വന്ന് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലായ സമയത്ത് ആ വിമാനത്തിൽ വന്ന് ദ്വാരകയെ ആക്രമിക്കുകയും ചെയ്തു. പ്രദ്യുമ്നൻ യാദവസേനയും കൂടിയിട്ട് സാൽവനെ തടഞ്ഞു നിർത്തുകയും യുദ്ധം ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ അങ്ങ് ബലരാമനോടുകൂടി വേഗം ദ്വാരകയിലെത്തി സാൽവനെ തടഞ്ഞു. സാൽവനുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങ് സുദർശന ചക്രം കൊണ്ട് സാൽവനെ വധിച്ചു. ആ സൗഭവിമാനത്തെ ആകട്ടെ അങ്ങ് ഗത കൊണ്ട് തകർത്ത് കടലിലെറിയുകയും ചെയ്തു. സാൽവൻ്റെ സുഹൃത്തായ ദന്തവക്ത്രൻ അപ്പോൾ അവിടെ ഓടിയെത്തി അങ്ങയുമായി യുദ്ധം ചെയ്യുകയും അവനെ അങ്ങ് കൗമോദകിയാൽ ഗതയാൽ നിഗ്രഹിക്കുകയും ആ ദന്താവക്ത്രനാകട്ടെ അങ്ങയിൽ തന്നെ ലയിക്കുകയും ചെയ്തു. അതിനിടയിൽ കൗരവ സദസ്സിൽ വെച്ച് നടന്ന കള്ളച്ചൂതിൽ യുധിഷ്ഠിരൻ തോറ്റ് പാഞ്ചാലി ബന്ധനസ്ഥയായി. ആ പാഞ്ചാലിയെ രജസ്വലയായ ആ പാഞ്ചാലിയെ കൗരവസഭയിൽ ദുശാസനൻ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് അങ്ങ് ദ്രൗപദിയുടെ കൃഷ്ണ എന്നുള്ള ആ വിളിയാൽ അങ്ങ് ദ്രൗപദിക്ക് വസ്ത്രരൂപേണ എത്തുകയാണ്. എത്ര അഴിച്ചിട്ടും വസ്ത്രം തീരാഞ്ഞിട്ട് ദുശാസനൻ തോറ്റുമടങ്ങുന്നു. അങ്ങനെ ദ്രൗപദിയുടെ അഭിമാനം അങ്ങ് രക്ഷിച്ചു. ഒരിക്കൽ അങ്ങ് ദ്രൗപദിയെ വീണ്ടും രക്ഷിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വനവാസകാലത്ത് സൂര്യനാൽ പ്രദാനം ചെയ്യപ്പെട്ട അക്ഷയപാത്രത്തിൽ ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടാവുകയും അതെല്ലാവർക്കും ദിവസവും കൊടുക്കുകയും ചെയ്തു. എന്നാൽ ദ്രൗപദി ഭക്ഷിച്ചതിന് ശേഷം അന്ന് പിന്നെ അതിൽ ഭക്ഷണമുണ്ടാവുകയില്ല. ദുര്യോധനാൽ പ്രേരിതനായിട്ട് ദുർവാസാവ് മഹർഷി ദ്രൗപദിയുടെ ഭക്ഷണശേഷം അവിടെ എത്തുകയും എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ശരിയാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞ് അവർ കുളിക്കാൻ പോയി. ഇനി എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അങ്ങ് അവിചാരിതമായി അവിടെ എത്തുകയും അവിടെ ആ ഒരു ചീരയില തിന്ന് തന്നെ ദുർവാസനെയും ശിഷ്യഗണങ്ങളെയും സംതൃപ്തരാക്കുകയും ചെയ്തു. ഇങ്ങനെ വീണ്ടും അങ്ങ് ദ്രൗപദിയെ രക്ഷിച്ചു. പിന്നെ യുദ്ധോദ്യമം കൗരവസേനയും പാണ്ഡവസേനയും തമ്മിൽ യുദ്ധം ആരംഭിക്കുമെന്ന് ഉറപ്പായപ്പോൾ അങ്ങ് ഒരു ദൂതനായി കൗരവസഭയിലെത്തി സന്ധി സംഭാഷണം നടത്തുകയാണ്. അതിൽ അങ്ങയെ പിടിച്ചു കെട്ടാൻ ദുര്യോധൻ്റെ കൽപ്പന ഉണ്ടായപ്പോൾ അങ്ങ് വിശ്വരൂപം പ്രദർശിപ്പിച്ച് അവിടെ നിന്ന്
തിരിച്ചു പോരുന്നു. ആസന്നമായ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ മധ്യത്തിൽ അങ്ങ് അർജുനന് തേരാളിയായി രണ്ട് സേനയുടെയും നടുവിൽ നിൽക്കുമ്പോൾ അർജുനൻ വിഷണ്ണനാവുകയും ഇതിൽ ഈ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് വേണോ എനിക്ക് അധികാരം നേടാൻ എന്ന് വിചാരിക്കുകയും വീര്യമില്ലാത്തവനാവുകയും ചെയ്യുന്നു. അത് കണ്ട് അങ്ങ് അവന് ധർമ്മം ഉപദേശിക്കുകയാണ്. അങ്ങനെ ഗീതോപദേശം അർജുനന് ചെയ്യുന്നു. അതിനുശേഷം അർജുനൻ വീണ്ടും വർദ്ധിത വീര്യനായി കൗരവസേനയെ കൊന്നൊടുക്കുന്നു. താൻ ഒരിക്കലും ആയുധമെടുക്കുകയില്ല എന്ന് സത്യം ചെയ്തിട്ടും അങ്ങയുടെ ഭക്തനായ ഭീഷ്മരുടെ പ്രതിജ്ഞ നിറവേറ്റുവാൻ വേണ്ടി അങ്ങ് അർജുനൻ ക്ഷീണിതനായ സമയത്ത് ഭീഷ്മരെ ഇപ്പോൾ കൊല്ലും ഞാൻ എന്ന് പറഞ്ഞിട്ട് സുദർശനമെടുത്ത് ചാടുകയാണ്, തേർത്തട്ടിൽ നിന്ന് ചാടുകയാണ്. അത് കണ്ട് ഭീഷ്മർ തലകുനിച്ചു നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അങ്ങ് ചിരിച്ച് സുദർശനചക്രം മടക്കുന്നു. അങ്ങനെ ആ ഭക്തൻ്റെ പ്രതിജ്ഞയും അങ്ങ് സഫലമാക്കി ദ്രോണരുമായുള്ള യുദ്ധത്തിൽ അങ്ങ് ഭഗദത്തൻ്റെ വൈഷ്ണവാസ്ത്രത്തെ അങ്ങ് മാറിൽ വഹിച്ചു കൊണ്ട് അർജുനനെ രക്ഷിച്ചു. സൂര്യനെ സുദർശനചക്രം കൊണ്ട് മറച്ച് അങ്ങ് സിന്ധുരാജാവായ ജയദ്രഥനെ വധിപ്പിക്കുകയും ചെയ്തു. കർണൻ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അങ്ങ് ഭൂമിയെ തന്നെ താഴ്ത്തി അർജുനൻ്റെ ശിരസ് രക്ഷിച്ചു. ആ നാഗാസ്ത്രം അർജുനൻ്റെ കിരീടം മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഇതിനിടയിൽ ബലഭദ്രർ തീർത്ഥയാത്രയ്ക്ക് പോവുകയും ആ തീർത്ഥയാത്ര കഴിച്ച് തിരിച്ച് കുരുക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഭീമസേനും ദുര്യോധനൻ തമ്മിൽ ഗംഭീര ഗദായുദ്ധം നടക്കുകയാണ്. ധർമ്മമല്ലാത്ത യുദ്ധം കണ്ട് ബലഭദ്രൻ അപ്പോൾ തന്നെ ദ്വാരകയിലേക്ക് തിരിക്കുന്നു. പാഞ്ചാലിയുടെ പുത്രന്മാരെ മുഴുവൻ അശ്വത്ഥാമാവ് രാത്രിയിൽ ചതിച്ച് വധിക്കുന്നു. അശ്വത്ഥാമാവിനെ കൊല്ലാനായി അർജുനൻ വന്നപ്പോൾ രക്ഷയില്ലാതെ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നു. തിരിച്ച് അർജുനനും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. ആ രണ്ട് ബ്രഹ്മാസ്ത്രവും കൂട്ടിമുട്ടിയാൽ ഈ ലോകം ദഹിക്കുമെന്ന് പറഞ്ഞ് വേദവ്യാസമുനി രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കുകയും അപ്പോൾ അങ്ങയുടെ ആവശ്യപ്രകാരം അർജുനൻ ബ്രഹ്മാസ്ത്രത്തെ മടക്കുന്നു. പക്ഷേ അതറിയാത്ത അശ്വത്ഥാമാവ് അതിന് ശക്തിയില്ലാത്തവനായിരുന്നു. മടക്കാൻ ഉള്ള വിദ്യ അറിയില്ലായിരുന്നു. അശ്വത്ഥമാവിൻ്റെ ശിരോരത്നം എടുത്ത് വിരൂപനാക്കി പറഞ്ഞു വിടുന്നു. അശ്വത്ഥമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രമാകട്ടെ ഉത്രയുടെ ഗർഭത്തെ ശിശുവിനെ നശിപ്പിക്കാനായി എത്തിയെന്ന് മനസ്സിലായപ്പോൾ അങ്ങ് ഒരു ചെറുവിരലിൻ്റെ രൂപത്തിൽ
ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാനായി ഉത്രയുടെ ഗർഭത്തിൽ ഒരു കൊല്ലക്കാലം വസിച്ചു. അതും അങ്ങയുടെ കൃപ തന്നെ. ഇങ്ങനെ ഓരോരോ അവസരത്തിലും പാണ്ഡവർക്ക് അങ്ങ് തുണയായി നിന്നു. യുദ്ധമൊക്കെ കഴിഞ്ഞ് ധർമ്മപുത്രർക്ക് ധർമ്മോപദേശം ചെയ്ത ഭീഷ്മർക്ക് അങ്ങയെ ദർശിച്ചുകൊണ്ട് തന്നെ സ്വച്ഛന്തമൂർത്തിയായ ആ ഭീഷ്മർ അങ്ങയെ ദർശിച്ചുകൊണ്ട് തന്നെ പരമാത്മപദം പ്രാപിച്ചു. അഭിലാഷങ്ങൾ മുഴുവൻ നിറവേറിയ ധർമ്മപുത്രരെ അതിവിശിഷ്ടമായ 3 അശ്വമേധയാഗം കൂടി നടത്തിച്ച് അങ്ങ് തിരിച്ച് ദ്വാരകയിലേക്ക് തന്നെ പോന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എൻ്റെ രോഗപീഠയും നീക്കിത്തരയണമേ എന്ന് പട്ടേരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. സാല്ലോ ഭൈഷ്മീ വിവാഹേ യദുബലവിജിതശ്ചന്ദ്രചൂടാർവിമാനം വിന്ദൻ സൗഭം സമായി ത്വയി വസതി കുരും ത്വൽപുരീമഭ്യഭാക്ഷീൽ പ്രദ്യുമ്നസ്തം നിരുന്ധന്നഖിലയദുഭടൈർ അഗ്രഹീദുഗ്രവീര്യം തസ്യാമാത്യം ദ്യുമന്ദം വ്യജനി ച സമര സപ്തവിംശത്യഹാന്തം താവത്വം രാമശാലീ ത്വരിതമുപഗത ഖണ്ഡിത പ്രായസൈന്യം സൗഭേശം തം നിരുന്ധാസ ച കില ഗദയാശാർഗമഭ്രംശയത്തെ മായാതാദം വ്യഹിംസീദപി തവ പുരതസ്ത്വത്വയാഭീക്ഷണാർത്ഥം നാജ്ഞായീത്യാഹുരേഗേ തദിദമവമതം വ്യാസ ഏവ ന്യഷ്യേതിൽ ക്ഷിപ്വാ സൗഭം ഗദാചൂർണിതമുദഗനിധൗ മങ്ക്ഷുസാല്വേപി ചക്രേണോൽകൃത്തേ ദന്തവക്ത്ര പ്രസഭമഭീപദൻ അഭ്യമുഞ്ജൽ ഗദാം തേ കൗമോദക്യാഹതോസാവപി സുകൃതനിധിശ്ചൈദ്യവൽ പ്രാപദൈക്യം സർവേഷാം യേഷ പൂർവം ത്വയി ധൃതമനസാം മോക്ഷണാർത്ഥോവതാരം ത്വയ്യായാതേ തജാതേ കില കുരു സദസിദ്യൂതകേ സംയതായാഃ ക്രന്ദന്ത്യായാജ്ഞസേന്യാ സകരുണമഗൃധാശ്ചീലമാലാമനന്ദം അന്നാന്തപ്രാപ്ത ശർവാംശജ മുനി ചകിത ദ്രൗപദീ ചിന്തിതോധ പ്രാപ്ത ശാകാന്നമശ്നൻ മുനിഗണമഗൃധാ തൃപ്തിമന്ദം വനാന്തേ യുദ്ധോദ്യോഗേഥ മന്ത്രേ മിളതി സതി വൃത ഫൽഗുനേന ത്വമേക കൗരവ്യേ ദത്തസൈന്യ കരിപുരമഗമോദൗത്യകൃൽ പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസദസി പുരീം ക്ഷോഭയിത്വാ ഗതോ ഭൂ ജിഷ്ണോസ്ത്വം കൃഷ്ണസുത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിദമയി സഖേ നിത്യയേകോയമാത്മാ
को वध्य कोऽत्रहन्ता तदिह वधभियं प्रोज्यमय्यर्पितात्मा धर्म्यं युद्धं चरेति प्रकृतिम् अनयथा दर्शयन् विश्वरूपम् भक्तोत्तम सेध भीष्मे तव धरणिभरक्षेपकृत्यैकसक्रें नित्यं नित्यं विभिन्दत्यवनिभृतयुतं प्राप्तसादे च पार्थे निःशस्त्रत्वप्रतिज्ञां विजहदरिवरं धारयन् क्रोधाशाली वाधवन् प्राञ्जलिं तं नतशिरसमथो वीक्ष्य मोदापागाहं युद्धे ये द्रोणस्य हस्ते स्थिररणभगदत्तेरितं वैष्णवास्त्रं वक्षस्याधत्तं चक्रस्थगितरविमहाप्रार्थयल् सिन्धुराजं नागास्त्रे कर्णमुक्रे क्षितिम् अवनमयन् केवलं कृतमौलिं तत्रापि पार्थं किमिव न हि भवान् पाण्डवानाम् अकार्षीं युद्धादौ तीर्थगामी स खलु हलधरो नैमिषक्षेत्रमच्छ अप्रत्युत्थायि सूदक्षयकृदधसूदं त्वल्पदे कल्पयित्वां यज्ञघ्नं बल्वलं पर्वणि परिदलयन् स्नाततीर्थोरणान्ते सम्प्राप्तो भीमदुर्योधनरणमशमं वीक्ष्य यात पुरीं ते संसुप्त द्रौपदे यक्षपणहतधियं द्रौणिमेत्य त्वदुक्र्या तन्मुक्रं ब्राह्ममस्त्रं समहृतविजयो मौलिरत्नं जजह्रे उच्छित्यै पाण्डवानां पुनरपि च विशत्युत्तरागर्भमस्त्रेये रक्षन्नङ्गुष्टमात्र किल जठरमगाश्चक्रपाणिर्विभो त्वं धर्मौघं धर्मसूनोरभिदधदखिलं छन्दमृत्युः स भीष्म त्वां पश्यन् भक्तिभूम्नैव हि सपदि ययौ निष्कलं ब्रह्म भूयं संयाज्याधाश्वमेधैः त्रिभिरतिमहीतैर्धर्मजं पूर्णकामं सम्प्राप्तो द्वारकां त्वं पवनपुरपते पाहि मां സർവരോഗാൽ. 86-ാം ദശകം സമാപനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ